ഫാമിലി, കുടുംബങ്ങളിൽ എപ്പോഴും നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. പക്ഷെ ചിലപ്പോഴെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. ഒരാള് 27 വർഷം ഗൾഫിൽ നിന്നൊരാള്, പ്രവാസികളെ കുറിച്ച് ഇവിടെ പറഞ്ഞാൽ പ്രത്യേകം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പ്രവാസം എന്താണെന്ന് അറിയുന്ന ആളുകളാണ് നമ്മളൊക്കെ. വേർപിരിയലിന്റെ വേദന എന്താണെന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ. 27 വർഷം പ്രവാസിയായി ജീവിച്ച ഒരാള് മുന്നിൽ വരുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് 3 പെൺകുട്ടികളാണ്. ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങളായിട്ട് നിങ്ങളായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. കാരണം നിങ്ങളാരെയും പേഴ്സണലായിട്ട് എനിക്ക് അറിയില്ല. ഏത് ഉദാഹരണം പറഞ്ഞാലും നമ്മളായിട്ട് അത് തന്നെയാണോ എന്ന് തോന്നണ്ട, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇയാൾ വന്നിട്ട് എന്താ പറയാ, അയാള് കരയാൻ തുടങ്ങി. അപ്പൊ എന്തിനാണ് കരയണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്റെ കുട്ടികളൊക്കെ പെൺകുട്ടികളാ, 3 പെൺകുട്ടികളാ. പക്ഷേ ഒരു പ്രയാസം എനിക്കുള്ളത്, അവരാരും എന്നോട് വന്ന് സ്നേഹത്തോടു കൂടി ഒന്നും പറയാറില്ല. എന്നോട് അവരുടെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാറില്ല. എല്ലാം ആരോടാ പറയാ? ഉമ്മനോടാ പറയാ. അതൊരു ഉപ്പന്റെ വലിയൊരു വേദനയാണ് ശരിക്കും. അപ്പൊ അയാൾ കുറെ കരഞ്ഞു, കരയാനുള്ള അവസരങ്ങൾ കൊടുത്തു. അയാൾ കരഞ്ഞു പെയ്തു തോർന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളോട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് നിൽക്കാറുള്ളത്. നിങ്ങൾ നന്നായി സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടോ? ഇല്ല, സ്നേഹം പ്രകടിപ്പിച്ച പെൺകുട്ടികളല്ലേ അല്ലെങ്കിൽ ആൺകുട്ടികളല്ലേ, അവര് തലയിൽ കയറൂലേ? അങ്ങനെ ഉണ്ടാവും? സ്നേഹം പ്രകടിപ്പിച്ചിട്ട് തലയിൽ കയറി എത്ര ആളുകൾ ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. സ്നേഹം ഏറ്റവും സർഗാത്മകമായി പ്രകടിപ്പിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അത് തന്നെയാണ് ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ട പണി അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നിട്ട് കുട്ടികൾ, സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവോ? ഇല്ല. അറ്റാച്ച്മെന്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് നിരന്തരം ആ ബന്ധം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. ഈ സ്നേഹം എന്ന് പറയുന്ന സംഗതി ഒളിപ്പിച്ചു വെക്കാനുള്ള ഒന്നല്ല, അത് പ്രകടിപ്പിക്കാൻ മാത്രം പറ്റുന്ന ഒന്നാ. അത് ഏറ്റവും മനോഹരമായി നിങ്ങൾ പ്രകടിപ്പിക്കുക. ആളുകൾക്ക്, നമ്മുടെ മക്കൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് രക്ഷിതാക്കൾ എന്നുള്ളൊരു തോന്നല് മക്കൾക്ക് ഉണ്ടായാൽ സൗകര്യം ചെയ്യാൻ വേണ്ടി മാത്രമേ അവർ നമ്മളെ ഉപയോഗപ്പെടുത്തുള്ളൂ. അതിനപ്പുറം വൈകാരികമായിട്ടൊരു ബന്ധം അവരുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. വീട്ടിലുള്ളവരാണെങ്കിൽ ഉപ്പനോട് സംസാരിക്കാൻ പറയണം. ചില സംഗതികളൊക്കെ ഉപ്പനോട് തന്നെ ചോദിക്കാൻ പറയാം. ഉപ്പനോട് തന്നെ ഈ വാട്സപ്പിൽ ചോദിച്ചോ, അല്ലെങ്കിൽ വാട്സപ്പിലോ വീഡിയോ കോളിലോ ചോദിക്കുമ്പോൾ ഉപ്പനോടൊന്ന് അനുവാദം ചോദിച്ചോളാം എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ എല്ലാം ഉമ്മ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ സംഗതി ശരിയാ. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നാ പറഞ്ഞു. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളീൻ. ഉമ്മാന്റെ അത്രത്തോളം മനോഹരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ ലോകത്തൊരു മനുഷ്യനും കഴിയൂല. 40 ദിവസത്തിലധികം ആമസോൺ കാർഡുകളിൽ പെട്ട ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾ അല്ലെ, അതിൽ ഏറ്റവും മുതിർന്ന കുട്ടിയുടെ പ്രായം എത്രയായിരുന്നു? 13-14 വയസ്സുള്ളൂ അല്ലെ. അവിടെ നടന്നൊരു ചെറിയ സംഭവം ഉണ്ട്. മരണം ഏകദേശം ഉറപ്പായ സമയത്ത് അമ്മ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ മക്കൾ അവസാനം രക്ഷപ്പെടുകയാണ് ചെയ്തത്. അമ്മ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അമ്മ മരിച്ചിട്ടില്ല. ആ കുട്ടികൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അമ്മ മരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അമ്മ അവരോട് പറഞ്ഞ മറുപടി, ഞാൻ എന്തായാലും രക്ഷപ്പെടൂല, കാരണം എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല, എന്റെ മക്കൾ ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്തത്? ആ 4 പേര് അവിടുന്ന് സ്ഥലം മാറി ദൂരെ പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എന്തായാലും രക്ഷപ്പെടൂല. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തില് ഒരു മനുഷ്യനോട് ഒരാൾ പറയുന്ന വാക്ക് ആർക്കാണ് അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടാവുക? നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നായിരിക്കും ഓരോരുത്തരും നോക്കുക. പക്ഷെ അങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആർക്ക് മാത്രമായിരിക്കും? അമ്മക്ക് മാത്രമായിരിക്കും. അമ്മ മക്കളോട് രക്ഷപ്പെടാൻ പറഞ്ഞു. ആ അമ്മ അവിടെ പിന്നീട് മരണപ്പെടുകയാണ് ചെയ്തത്. അവരുടെ ബോഡിയൊക്കെ പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. ആ കുട്ടികൾ വളരെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സർവൈവലായിരുന്നു. ഒരുമിച്ച് നിന്നുകൊണ്ട് അവര് അറിയാവുന്ന വിദ്യകളൊക്കെ വെച്ച് വളരെ സർഗാത്മകമായി ആ 40 ദിവസം അവർ മറികടന്നു എന്നതാണ്. അത് അള്ളാന്റെ ഇടപെടലാണ്, അതിലൊരു സംശയമില്ല. ദൈവികമായ ഇടപെടൽ തന്നെയാണ്. അവനാണുലകിൻ അധിപൻ, സകല ചരങ്ങളും അവനെ വണങ്ങുന്നു. അവനാൽ സൂര്യനുദിക്കുന്നു, അവനൂതിയണച്ചാൽ ഇരുളുന്നു. ആ ജഗന്നാഥൻ അറിയാതൊരു ചെറു നൂലിഴ പോലും അനങ്ങില്ല. അവൻ അറിയാതെ ഒന്നും നടക്കണില്ല. അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള ആളുകളോട്, ബന്ധുക്കളോടാവട്ടെ, അയൽപക്കക്കാരോടാവട്ടെ, നമ്മൾ കാരുണ്യം കാണിക്കണം. ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി അതാ. ഈ ആളുടെ പ്രത്യേകത, നേരത്തെ പറഞ്ഞ ആളുടെ പ്രത്യേകത, അയാള് സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്ത് പലപ്പോഴും പരാജയപ്പെട്ടു. എന്നാൽ സ്നേഹത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ശരിക്കും അനുഭവിക്കാറുണ്ട് പലപ്പോഴും കുടുംബങ്ങൾ. സ്നേഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പൊസസീവ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേട്ടിട്ടുണ്ടോ? പൊസസീവ്നെസ് എന്ന് പറയും സ്വാർത്ഥമായ ഒരു സ്നേഹം. ഒരു പരിധി വരെ ഇത് ഭയങ്കര രസമാണ് അല്ലേ? എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പോണത്.
അത് ഒരു പരിധി വരെ കേൾക്കാൻ രസമാണ്. ആളോട് പറഞ്ഞു പോവാ, പറഞ്ഞിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തെറ്റുക. ആ തെറ്റിക്കഴിഞ്ഞ് പിന്നീട് മിണ്ടുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ആഴമുള്ള സ്നേഹം അവിടെ പ്രകടിപ്പിക്കും. പക്ഷേ അതിര് കടന്ന പൊസസീവ്നെസ് ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. ഈ അടുത്തുണ്ടായ ഒരു സംഭവം, ഞാൻ തൊട്ടയൽവക്കത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഭവം. ഒരു ഇത്തനോട് തൊട്ടപ്പുറത്തുള്ള ചേച്ചി ചോദിക്കാണ്, മോളെ ഈ എനിക്ക് എന്റെ അങ്ങാടിയിലേറ്റൊന്ന് വന്നു തരുമോ? ഞാൻ അവിടെ ഒരു സാധനം വാങ്ങാൻ ഒരാൾ വേണ്ട, പക്ഷെ എനിക്ക് ഒറ്റക്ക് പോകാൻ മടിയാണ്, ഈ ഒന്ന് വന്നാ മതി വെറുതെ. അങ്ങാടിക്ക് ആകെ 200 മീറ്ററിന്റെ ദൂരേ ഉള്ളൂ. അപ്പൊ പുറത്തിറങ്ങി മുറ്റത്തിറങ്ങി നിൽക്കണ അവിടുത്തെ ആ ഇത്ത എന്ത് ചെയ്തു, ഈ ചേച്ചിയുടെ കൂടെ പോയിട്ട് ഒരു 200 മീറ്റർ അപ്പുറത്തുള്ള അങ്ങാടിയിൽ നിന്ന് ഒരു സാധനം വാങ്ങി തിരിച്ചു വന്നു. അപ്പോഴേക്കും ഹസ്ബൻഡിന്റെ 6 കോളുകൾ, വാട്സപ്പ് മിസ് കോളുകൾ അവിടെ മെസ്സേജിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഫോണില്. ആള് ചോദിച്ചു എവിടെ പോയതെന്നു. ഇക്കാ ഞങ്ങളോട് മെസ്സേജ് ആക്കുന്നതിന്റെ ഇടയിൽ ചേച്ചി ഒന്ന് വിളിച്ചതാണ്, അപ്പൊ പോയതാ. എന്നോട് പറയാൻ എനിക്കൊന്ന് പറഞ്ഞു പോയിക്കൂടെ? അപ്പൊ പറയാൻ മറന്നതാ. ഈ ഒരൊറ്റ സംഗതിയുടെ പേരിൽ അവസാനം അവര് അടിയായി പിടിയായി ഭയങ്കര വാശി കാണിച്ച് ഭയങ്കര പ്രശ്നങ്ങളായി. അവസാനം ഈ ഒരു സംഗതി അവര് തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകൂല എന്ന് വരെ അവരെത്തി. ഇതിന്റെ കാരണം ഒന്ന് ആലോചിച്ചു. ആ സ്ത്രീ ശരിക്കും ചെയ്തത് എന്താ? ഉപകാരമുള്ള സംഗതിയാണോ ഉപദ്രവമുള്ള സംഗതിയാണോ? ഒരയൽവാസിക്ക് ചെറിയൊരു ഉപകാരം ചെയ്ത പലപ്പോഴും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മാത്രമേ സൗന്ദര്യം ഉണ്ടാകുന്നുള്ളൂ ബന്ധത്തിന്. ഞാൻ അയാളെ കുറ്റം പറയാനല്ല പറഞ്ഞത്, പക്ഷേ ആളോട് പറഞ്ഞു പോകാം, പറയാൻ പറ്റിയില്ലെങ്കിലും ഒക്കെ സോറി ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോ പോയതാണ്, അത് അഡ്മിറ്റ് ചെയ്താൽ മതി, അംഗീകരിച്ചാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞു നോ എന്താ പറയാ കോമ്പറ്റീഷൻ, ഓൺലി കോംപ്രമൈസ്. ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ തീരാവുന്ന സാരല്ല. എന്നിട്ട് എന്തിനാ പോയിന്നത്? അതാ ചേച്ചിക്ക് അങ്ങനെ അത് ചോദിച്ചാൽ മതി. അത് ചോദിക്കുന്നതിന് പകരം എന്നോട് പറയാതെ പോയി എന്നുള്ള ഞാൻ എന്നുള്ളൊരു ഭാവം കടന്ന് കളിച്ചിട്ട് അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതേപോലെ തന്നെ തിരിച്ചുണ്ടാവും. എന്താ പ്രശ്നം അറിയോ? പലപ്പോഴും നമ്മുടെ ഉമ്മമാരുടെ ഇടയിൽ കടന്നിട്ട് ആൺമക്കൾ ഇങ്ങനെ മുട്ട പിഴുങ്ങാൻ വെച്ച പോലെ കടന്ന് പെടയും, ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു ഭാഗത്ത് ഭാര്യ, മറ്റേ ഭാഗത്ത് ഉമ്മ. അതിന്റെ ഇടയിൽ ഇയാൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. ബന്ധങ്ങളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന സംഗതിയാണ്. ആള് പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും, ഞാൻ ഇന്ന സ്ഥലത്ത് പോട്ടെ, ഇന്ന ദിവസം വിരുന്ന് പോട്ടേക്ക, ഓക്കെ പോയിക്കോളൂ കുഴപ്പമൊന്നുമില്ല എന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഉമ്മ സമ്മതിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും എന്ത് ചെയ്യാറുണ്ടെന്ന് അറിയോ? വയസ്സായ ആളുകളുടെ പലപ്പോഴും ധാരണ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂല. വയസ്സായ ആളുകളെ കുറ്റം പറയല്ല, നമുക്ക് മാറാൻ പറ്റും. നമുക്ക് ചില സംഗതികൾ ആളുകളെ മനസ്സിലാക്കി ഉമ്മാന്റെ പ്രകൃതം അങ്ങനെയാണ്, ഉമ്മ അങ്ങനെ പറയുള്ളൂ, അതിനങ്ങനെ എടുത്താൽ മതി. എല്ലാ കമന്റുകളും നിങ്ങൾ ഉള്ളിലേക്ക് എടുത്താൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. കാരണം നെഗറ്റീവ് കമന്റ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ലൈഫിൽ നെഗറ്റീവ് കമന്റുകൾ ഇഷ്ടം പോലെ കിട്ടും. ആ നെഗറ്റീവ് കമന്റുകൾ എല്ലാം ഉള്ളിലേക്ക് എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയൂല.